Hello students, welcome again to computer science class. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സിൽ ഫിഫ്ത്ത് ലെസൺ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഫിഫ്ത്ത് ലെസൺ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ജസ്റ്റ് ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്ലാസ് വീഡിയോ ആണ്. ഫിഫ്ത്ത് ലെസൻ്റെ തന്നെ രണ്ടാമത്തെ ക്ലാസ് വീഡിയോ ആണ്. നമുക്ക് നമ്മുടെ വീഡിയോയിൽ കടക്കാം. നമ്മുടെ വീഡിയോയിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫസ്റ്റ് ടോപ്പിക്, അതായത് ലിസ്റ്റ് ഇൻ HTML. HTML നമ്മൾ ലിസ്റ്റിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗുകൾ അല്ലെങ്കിൽ ലിസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് 3 ടൈപ്പ് ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ലിസ്റ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ്, ദേ ആർ 3: ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. നമ്മൾ 3 ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് HTML ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതായത് ഏത് ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെയാണ് എന്ത് ലിസ്റ്റ് അല്ലേ. ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് ചില കേസിൽ നമ്മുടെ ഇൻഫർമേഷൻസിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും, ലിസ്റ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 3 കൈൻഡ്സ് ഓഫ് ലിസ്റ്റ് ഉണ്ട്: ഓർഡേർഡ് ഉണ്ട്, അൺഓർഡേർഡ് ഉണ്ട് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലിസ്റ്റ് ഈസ് അൺഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ, അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഓർഡേർഡ് ആണ് അല്ലേ, പേരിൽ തന്നെ. അതായത് നമുക്ക് ലിസ്റ്റിലെ ഐറ്റംസ്, അതായത് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും അല്ലേ. ഈ ഐറ്റംസിനെ നമുക്ക് ബുള്ളറ്റഡ് ഫോമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാഫിക്സ് വെച്ചിട്ട്, ഒരു ഗ്രാഫിക് സിമ്പൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, അതിനെ ബുള്ളറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലിസ്റ്റിലെ ഓരോ ഐറ്റത്തിൻ്റെ ഫ്രണ്ടിലും നമുക്ക് എന്ത് ചെയ്യാം, ബുള്ളറ്റ്സ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അതർ ഗ്രാഫിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ വെബ് പേജിൽ അല്ലെ. അൺഓർഡേർഡ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത് വരണമെന്ന് വിചാരിക്കുക. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് പെയർ ആണ് UL എന്ന് പറഞ്ഞ ടാഗ്, അതായത് അൺഓർഡേർഡ് ലിസ്റ്റ് UL ടാഗ്. ഓക്കെ, കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പോൾ തന്നെ നമ്മൾ എന്ത് വേണം, യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിൽ നമ്മളതിനെ ക്ലോസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ ലിസ്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു UL എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ട്. ഇനി അതിന് ശേഷം എന്ത് വേണം, നമുക്ക് ലിസ്റ്റിലേക്ക് ഓരോ ഐറ്റത്തിനെ ആഡ് ചെയ്യണം. അതായത് ലിസ്റ്റിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഐറ്റത്തിനെ ആഡ് ചെയ്ത് വരണമെന്ന് വിചാരിക്കുക, ഒരുപാട് ഐറ്റമുള്ള ഒരു ലിസ്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഓരോ ഐറ്റത്തിനെ ലിസ്റ്റ് ഐറ്റത്തിനെ കൊണ്ടുവരണം അല്ലേ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ടാഗ് യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, ലിസ്റ്റ് ഐറ്റത്തിന്, അതായത് ലിസ്റ്റിലുള്ള ഐറ്റംസിനെ വരാൻ വേണ്ടിയിട്ട്. അതാണ് LI എന്ന് പറഞ്ഞ ടാഗ്, ലിസ്റ്റ് ഐറ്റം LI ടാഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, അൺഓർഡേർഡ് ആണ്. ഇനി സ്പെസിഫിക് ഓർഡർ ഒന്നുമില്ല, അതായത് ഐറ്റംസിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞു, ടാഗുകൾ പറഞ്ഞു അല്ലേ. UL ടാഗാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഐറ്റംസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് LI എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ UL ടാഗിന് 3 മെയിനായിട്ട് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതായത് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എന്തായാലും ഒരു ടാഗ് ആകുമ്പോൾ അതിന് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ലിസ്റ്റിൻ്റെ, അതായത് UL ടാഗിൻ്റെ മെയിനായിട്ടുള്ള ആട്രിബ്യൂട്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്. ഓക്കെ, കസ്റ്റമൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഫോമിലാണോ ആ ലിസ്റ്റിന് കാണേണ്ടത്, അതിന് അങ്ങനെ ആ ഒരു ഫോർമാറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഏതിന്, UL എന്ന് പറഞ്ഞ ടാഗിന്. LIക്ക് അല്ല, LI ജസ്റ്റ് എന്തിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, നമ്മൾ ലിസ്റ്റിന് ഐറ്റംസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അതിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് LI യൂസ് ചെയ്യുന്നത്. UL എന്ന് പറഞ്ഞ ടാഗിന് ആട്രിബ്യൂട്ട് ഉണ്ട്. അതാണ് ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്, കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ലിസ്റ്റിനെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ഉണ്ടായിരിക്കും അല്ലേ. മെയിനായിട്ട് നമ്മൾ 3 വാല്യൂസാണ് കൊടുക്കുന്നത് ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്. ഓക്കെ, ഏതൊക്കെയാണ്, ഡിസ്ക് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട് അല്ലേ. നമ്മൾ കോമൺ ആയിട്ട് നമുക്കറിയാം നമ്മൾ വേർഡിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, ഐറ്റംസിനെ നമ്മൾ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലേ, ബുള്ളറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ബുള്ളറ്റിന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിൽ കൊടുക്കാം അല്ലേ. സർക്കിൾ ചെയ്തിട്ടുള്ളത് കാണിക്കാം, സ്ക്വയർ ചെയ്തിട്ടുള്ളത് കാണിക്കാം അല്ലേ. ദെൻ ഡിസ്കിൻ്റെ സ്പേസിൽ, അതായത് ജസ്റ്റ് സർക്കിള് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാത്ത സർക്കിൾ, അതാണ് ഡിസ്ക് അല്ലേ. അങ്ങനെയും കൊടുക്കാം നമുക്ക്. അപ്പോൾ ആ ടൈപ്പിനെ കൊടുക്കുമ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ഈ 3 വാല്യൂസാണ് കൊടുക്കുക: ഡിസ്ക്, സ്ക്വയർ, സർക്കിള്.
നമ്മൾ ഡിഫോൾട്ടായിട്ട് വരുന്നത് ഡിസ്ക് ആയിരിക്കും. നമ്മളിപ്പോൾ ടൈപ്പ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐറ്റംസ് അൺഓർഡേർഡ് ലിസ്റ്റിൽ വരുന്നത് ഡിസ്ക് എന്ന് പറഞ്ഞ ടൈപ്പിലായിരിക്കും വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് എങ്ങനെയാണ് കോഡ് എഴുതുന്നതെന്ന് നോക്കാം. ഈ ലിസ്റ്റിൻ്റെ HTML ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, നമുക്ക് ലാബിൽ ചെയ്യാനുള്ളത് പ്രാക്ടിക്കൽ സൈഡ് ചെയ്യാനുള്ളതാണ്. എക്സാമിനും എപ്പോഴും തിയറി എക്സാമിനും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഇതിൻ്റെ കോഡിങ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ലിസ്റ്റിൻ HTML പറയുമ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ കോഡിങ് എങ്ങനെയാണ്? UL എന്ന് പറഞ്ഞ ടാഗാന്ന് പറഞ്ഞു അല്ലേ, നമ്മൾ UL എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നു. അതിൽ നമ്മൾ എന്താ അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ അല്ലേ. ഇനി അതിലേക്ക് എന്ത് കൊടുക്കണം? നമുക്ക് ലിസ്റ്റിലെ ഐറ്റംസിനെ ആഡ് ചെയ്യണം. എന്തൊക്കെ ഡാറ്റ ലിസ്റ്റിൽ വേണം എന്നുള്ളത് കൊടുക്കണം. ഇപ്പോൾ സപ്പോസ് നമ്മൾ കുറച്ച് ഹാർഡ്വെയറിൻ്റെ നെയിമാണ്, അതായത് ഹാർഡ്വെയർസിനെ കുറിച്ചിട്ടുള്ള ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുക. അതായത് റാം, ഹാർഡ് ഡിസ്ക്, പ്രൊസസ്സർ, അങ്ങനത്തെ ഹാർഡ്വെയർസിൻ്റെ ലിസ്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം? ഇതിൽ ഓരോ ഐറ്റം ആഡ് ചെയ്യണം അല്ലേ. ലിസ്റ്റിലേക്ക് അൺഓർഡേർഡ് ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് എന്ത് വേണം? അതിലേക്ക് ഇനി ലിസ്റ്റ് ഐറ്റംസിനെ കാണിക്കണം. അതിനാണ് നമ്മൾ എന്ത് LI ലിസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞപ്പോൾ LI എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തു. അതിലേക്ക് എന്ത് കൊടുത്തു? നമ്മൾ ഫസ്റ്റ് ഐറ്റം റാം കൊടുത്തു അല്ലേ, ദെൻ ഹാർഡ് ഡിസ്ക് കൊടുത്തു, ദെൻ എന്താ പ്രൊസസ്സർ. അപ്പോൾ നമ്മൾ എന്താ LI ടാഗും ഇറ്റ് ഈസ് ഓൾസോ എ കണ്ടെയ്നർ ടാഗ്. അപ്പോൾ സോ വി റിക്വയർസ് ടു ക്ലോസ് ദാറ്റ് ടാഗ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? അതിനെ ക്ലോസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ LI ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്താ ആ LI ടാഗിനെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് എത്ര ഐറ്റംസ് വേണമെങ്കിലും കൊടുക്കാം, എനി ഓർഡറിൽ വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ പറഞ്ഞു എന്താ സ്പെസിഫിക് ആയിട്ട് അതിന് ഓർഡർ ഇല്ല, എന്തുകൊണ്ടാണ്? അൺഓർഡേർഡ് ആയ കാരണം അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഇത്രയും ഐറ്റംസ് ആണ്, 3 ഐറ്റംസ് ആഡ് ചെയ്തു, തന്നെ എന്ത് ചെയ്തു? UL ടാഗിനെ ക്ലോസ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇതിന് മുകളിൽ നമ്മൾക്ക് വേറെ കോഡിങ് വരും ഇല്ലേ. ഏതൊക്കെ ടാഗുകൾ നമ്മൾ ഇഷ്ടം പോലെ വേറെ ടാഗുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. HTML യൂസ് ചെയ്യുന്നുണ്ടാവും, ഹെഡ് യൂസ് ചെയ്തു, ടൈറ്റിൽ യൂസ് ചെയ്തു. ദെൻ ഇത് നമ്മൾ ഏതിൻ്റെ ഉള്ളിലായിരിക്കും എഴുതുന്നുണ്ടായിരിക്കുക? ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് എഴുതുന്നുണ്ടായിരിക്കുക അല്ലേ. അതുകൂടാതെ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സിന് വേണ്ടിയിട്ട് അല്ലേ, ഇപ്പോൾ ഹെഡിങ് സെക്ഷന് വേണ്ടിയിട്ട് അല്ലേ H1 to H6 വരെയുള്ള ടാഗുകൾ യൂസ് ചെയ്യണം. അങ്ങനെ ഏത് ടാഗുകളും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയാണ് വരുന്നത്. എങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിലേക്ക് ലിസ്റ്റ് ഐറ്റംസിനെ ആഡ് ചെയ്ത് കാണിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. അൺഓർഡേർഡ് ലിസ്റ്റിന് കോഡിംഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഇതിൽ നമുക്ക് കുറച്ച് പാരഗ്രാഫൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പാരഗ്രാഫൊക്കെ കൊടുത്തിട്ടുണ്ട്. അൺഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ എന്താ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് ടാഗ് ആയിരിക്കും? ഹെഡിങ് ടാഗ്സ് ഉണ്ടായിരുന്നു അല്ലേ, H1 to H6. അതിലേതിലോ ഒരു സൈസിൽ നമ്മൾ എന്താ ഹെഡിങ് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്താ ഒന്ന് പാരഗ്രാഫ് അല്ലേ, പാരഗ്രാഫ് അല്ല, ജസ്റ്റ് എന്തോ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? UL ടാഗിനെ യൂസ് ചെയ്തു. UL ടാഗിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുത്തു അല്ലെ, അതിലേക്ക് ലിസ്റ്റ് ഐറ്റംസ് ആയിട്ട് എന്ത് കൊടുത്തു? റാം, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രൊസസ്സർ, അങ്ങനെ ഡാറ്റേനെ കൊടുത്തു. നമുക്ക് എന്താ ഇതിനെ നമ്മൾ ബ്രൗസർ വെച്ചിട്ട് വ്യൂ ചെയ്യുമ്പോൾ കിട്ടണ ഇതാണ് കണ്ട, അതിൻ്റെ ബുള്ളറ്റ്സ് വന്നത് കണ്ട, ബുള്ളറ്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലിസ്റ്റാണ് എന്ത് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഓർഡേർഡ് ലിസ്റ്റ് അല്ലേ. അപ്പോൾ അൺഓർഡേർഡ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത് ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിനൊരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട് അല്ലേ, സ്പെസിഫിക് ഓർഡർ ഉണ്ട്. അതായത് നമുക്ക് എന്താ അതിലെ ഐറ്റംസിനെ പ്രസൻറ്റ് ഇൻ സം ന്യൂമറിക്കൽ ഓർ ആൽഫബറ്റിക്കൽ ഓർഡർ. അതായത് നമുക്ക് എന്താ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ അല്ലെങ്കിൽ ലിസ്റ്റിനെ നമുക്ക് എന്താ സ്പെസിഫിക് ഓർഡറിൽ വേണം. ഒന്നില്ലെങ്കിൽ നമ്പർ ചെയ്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരണം. ഓക്കെ, ഇങ്ങനെ ഒരു ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നമ്പേർഡ് ലിസ്റ്റ് അല്ലേ. നമുക്ക് നമ്പർ ചെയ്ത് കിട്ടുന്ന കാരണം അതിനെ നമ്മൾ നമ്പേർഡ് ലിസ്റ്റ് എന്നും കൂടി പറയുന്നു. അപ്പോൾ ഇനി ഓർഡേർഡ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് നമ്മൾ ടാഗ് പെയർ ആണ് OL എന്ന് പറഞ്ഞ ടാഗ്. അതായത് ഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ, OL എന്ന് പറഞ്ഞ ടാഗ് കണ്ടെയ്നർ ടാഗാണ്. അപ്പോൾ നമ്മൾ എന്താ അതിന് ശേഷം അതിനെ എൻഡ് ചെയ്ത് കാണിക്കണം, ക്ലോസ് ചെയ്ത് കാണിക്കണം. സോ ഓക്കെ, ദെൻ ഇനി LI അല്ലേ. LI എന്ന് പറഞ്ഞ ടാഗ് എന്തിനാന്ന് പറഞ്ഞു? നമ്മൾ ലിസ്റ്റ് ഐറ്റംസ്, അതായത് ആ ഓർഡേർഡ് ലിസ്റ്റിലേക്ക് നമ്മളുടെ ഐറ്റംസിനെ ആഡ് ചെയ്യണം, വേണ്ട ഡാറ്റനെ അതിലേക്ക് ആഡ് ചെയ്യണം. അതായത് നമ്മൾ എന്താ ലിസ്റ്റാണോ ക്രിയേറ്റ് ചെയ്യാൻ പോണത് ആ ലിസ്റ്റിൻ്റെ ഡാറ്റ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് LI എന്ന് പറഞ്ഞ ടാഗ്. അപ്പോൾ LI ടാഗ് എന്താ കണ്ടെയ്നർ ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ലാസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തിനാ നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നതായിരിക്കുക? നമുക്ക് എന്താ ഒരു ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിനെ നമുക്കൊരു സ്പെസിഫിക് ഓർഡറിൽ കിട്ടണം എന്ന് വിചാരിക്കുക. അതായത് കറസ്പോണ്ടിങ് ഒരു ഓർഡർ, അതായത് നമ്മൾ പറഞ്ഞ എന്താ ഒന്നില്ലെങ്കിൽ നമ്പേർഡ് ആയിട്ടായിരിക്കും അല്ല, ന്യൂമറിക്കൽ ഓർഡറിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കാം. ഇങ്ങനത്തെ ഒരു കേസിലാണ് നമ്മൾ എന്ത് ഓർഡേർഡ് ലിസ്റ്റിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് എന്താ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞത് എന്താ ULൻ്റെ ഒരു ആട്രിബ്യൂട്ട് ആയിരുന്നു എന്ത് ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. അതേപോലെ തന്നെയാണ് എന്ത് ഇതിനും നമുക്ക് എന്താ ആട്രിബ്യൂട്ട് ഉണ്ട്, അതാണ് എന്ത്
ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഓക്കെ, ഈ ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞെന്താ ഒന്നില്ലെങ്കിൽ നമ്പർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ കൊടുക്കാം എന്നല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഈ ടൈപ്പ് എന്ന് പറഞ്ഞതിന് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ആ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോണത്. ഓക്കെ, അതായത് അപ്പോൾ ടൈപ്പിന് നമ്മൾ എന്താ 1 ആണ് കൊടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ടൈപ്പിന് നമ്മൾ 1 ആണ് കൊടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരാ, നമ്മളുടെ നമ്പറിങ് സിസ്റ്റം ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്പിന് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഫസ്റ്റ് 1 ആണ് കൊടുക്കണേന്ന്, അതായത് ടൈപ്പ് ഈക്വൽ ടു 1 ആണ് കൊടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഡിഫോൾട്ട് നമ്പറിങ് സിസ്റ്റം. അതായത് നമുക്ക് എന്താ ലിസ്റ്റിൽ വരേണ്ട ഐറ്റംസിനെ നമ്മൾ 1, 2, 3 അങ്ങനെ നമ്പർ ചെയ്തിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. അതായത് ടൈപ്പിൻ്റെ വാല്യൂ 1 ആണ് കൊടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി സപ്പോസ് നമ്മൾ ക്യാപിറ്റൽ എ ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ടൈപ്പ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ അതിൽ ലിസ്റ്റിലെ ഐറ്റംസ് ആൽഫബറ്റിക് ഓർഡറിൽ, അതായത് ABC അങ്ങനെ ഒരു ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി സപ്പോസ് നമ്മൾ ടൈപ്പ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എ ആണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ലോവർ കേസ് ലെറ്റേഴ്സിലായിരിക്കും, അതായത് ആൽഫബറ്റിക്കൽ ഓർഡർ തന്നെ, പക്ഷെ അതെന്താ ലോവർ കേസ് ലെറ്റേഴ്സിലായിരിക്കും അതിനെ ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ഐ കൊടുത്തു, മീൻസ് ക്യാപിറ്റൽ ലെറ്റർ ഐ, അതായത് മീൻസ് റോമൻ ലെറ്റേഴ്സിൽ നമുക്ക് കാണാറുണ്ട് അല്ലേ. അതായത് സ്റ്റാൻഡേർഡ് നമ്മൾ ഡിവിഷനൊക്കെ എഴുതുമ്പോൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞാൽ റോമൻ ലെറ്റേഴ്സിൽ എഴുതാറുണ്ട്, ലാർജ് റോമൻ നമ്പേഴ്സ്. അതിലാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണോ, ഇങ്ങനെ ക്യാപിറ്റൽ ടൈപ്പ് ഈക്വൽ ടു ക്യാപിറ്റൽ ഐ എന്ന് കൊടുക്കണം. അതായത് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലാർജ് റോമൻ ലെറ്റേഴ്സ് ആണെങ്കിൽ. ഇനി സ്മോൾ വരാറുണ്ട് അല്ലേ, റോമൻ ലെറ്റേഴ്സിനെ നമ്മൾ സ്മോൾ ചെയ്തിട്ട് 1, 2, 3 അങ്ങനെ സ്മോൾ റോമൻ ലെറ്റേഴ്സിൽ എഴുതാറുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ടൈപ്പ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഐ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഓയിലിൻ്റെ ആട്രിബ്യൂട്ടാണ് എന്ത് ടൈപ്പ്, അതിൽ നമ്മൾ എന്ത് കൊടുത്തു സ്മോൾ ലെറ്റർ ഐ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സ്മോൾ റോമൻ നമ്പേഴ്സ് ആയിട്ടാണ് നമ്മളുടെ എന്ത് ലിസ്റ്റിലെ ഐറ്റംസിനെ ലിസ്റ്റ് ചെയ്ത് വരേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ടൈപ്പിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്, അതായത് ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എത്രയാണ്, മെയിനായിട്ട് ഈ 5 ആട്രിബ്യൂട്ടിൻ്റെ 5 ആട്രിബ്യൂട്ട് വാല്യൂസ് ആണ് നമുക്ക് എന്ത് ഈ ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് സ്പെസിഫൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്താ ഡിഫോൾട്ടായിട്ട് അല്ലേ, നമ്പർ ആണെങ്കിൽ ഡിഫോൾട്ടായിട്ട് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മളുടെ അപ്പർ കേസ് ലോവർ കേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് എ അല്ലേ, സ്മോൾ ലെറ്റർ എ ആയിരിക്കാം, ക്യാപിറ്റൽ ലെറ്റർ എ ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി സപ്പോസ് നമുക്ക് എന്താ അതിൻ്റെ ബിഗിനിങ് വാല്യൂവിനെ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ലിസ്റ്റിൽ ഇപ്പോൾ നമുക്കൊരു 10ാമത്തെ നമ്പർ 10 എന്ന് പറഞ്ഞ നമ്പേഴ്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. 10, 11, 12 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ വാല്യൂ അല്ലെ ബിഗിനിങ് വാല്യൂവിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബിഗിനിങ് വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഓക്കെ, ഓയിലിൻ്റെ തന്നെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എന്തിനു വേണ്ടിയിട്ട്, എനേബിൾസ് ടു ചേഞ്ച് ദ ബിഗിനിങ് വാല്യൂ, അതായത് ആ ലിസ്റ്റിലെ ബിഗിനിങ് വാല്യൂവിനെ ചേഞ്ച് ചെയ്യണം. ഡിഫോൾട്ടായിട്ട് അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, 1, 2, 3 നമ്പർ ആണെങ്കിൽ 1, 2, 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതല്ല ആൽഫബറ്റിക്കൽ ഓർഡർ ആണെങ്കിൽ ക്യാപിറ്റൽ ABC അങ്ങനെ എക്സ്ട്രാ തൊട്ട് സ്റ്റാർട്ട് ചെയ്തോളും. ഇനി സപ്പോസ് നമുക്ക് ആ സ്റ്റാർട്ടിങ് വാല്യൂ, അതായത് ആ ബിഗിനിങ് വാല്യൂവിനെ ചേഞ്ച് ചെയ്ത് കാണിക്കണം എന്ന് വിചാരിക്കാം. ബിഗിനിങ് വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അതിനെ യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടാണ് എന്ത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കും, നോക്കാം എക്സാമ്പിളായിട്ട്. എക്സാമ്പിൾ ഓയിൽ അല്ലേ, ഏത് ആട്രിബ്യൂട്ട്, നമ്മുടെ ഓയിൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്, അതിൽ സ്റ്റാർട്ട് ഈക്വൽ ടു എന്ത് കൊടുത്തു 5 എന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ. അതായത് നമുക്ക് എന്ത് 5 എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ നമ്പറിങ് ആ ലിസ്റ്റിലെ നമ്പറിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, 5 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി സപ്പോസ് നമ്മുടെ ഓയിലിൽ നമ്മൾ സ്റ്റാർട്ട് ഈക്വൽ ടു ഐ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ഈക്വൽ ടു ഐ കൊടുത്തു. ദെൻ നോക്കാം, ഈ എക്സാമ്പിളിൽ തന്നെ നമ്മൾ എന്ത് കൊടുത്തു, ഓയിൽ ടൈപ്പ് ഈക്വൽ ടു ഐ അല്ലേ, എന്താ ക്യാപിറ്റൽ ലെറ്റർ ഐ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താ ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പിൽ ക്യാപിറ്റൽ ലെറ്റർ ഐ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ ക്യാപിറ്റൽ ലെറ്റർ ഐ ആണെങ്കിൽ ദാറ്റ് മീൻസ് ലാർജ് റോമൻ നമ്പേഴ്സിൽ വരണമെന്ന് വിചാരിക്കുക അല്ലേ. അതായത് നമ്മളുടെ ലിസ്റ്റിലെ ഐറ്റംസ് എങ്ങനെയായിരിക്കും, ലാർജ് റോമൻ നമ്പേഴ്സിൽ വരും. ഓക്കെ, അങ്ങനെ വരാൻ പറഞ്ഞു. അതിന് വേണ്ടി ടൈപ്പ് ഈക്വൽ ടു ഐ എന്ന് കൊടുത്തു. ദെൻ ഇനി നമ്മൾ എന്ത് കൊടുത്തു, സ്റ്റാർട്ട് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ലിസ്റ്റിൽ ഐറ്റംസ് വരുന്നുണ്ടായിരിക്കുക, എന്നാൽ ലിസ്റ്റിലെ ഐറ്റംസിനെ ആഡ് ചെയ്തു അല്ലേ. നമ്മൾ LI എന്ന് പറഞ്ഞ ടാഗ് വെച്ചിട്ട് രജിസ്റ്റേഴ്സ്, ക്യാഷ്, റാം അങ്ങനെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ അതെങ്ങനെയാണ് അല്ലേ, ലാർജ് റോമൻ നമ്പേഴ്സിൽ വരും. പക്ഷെ എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നോർമൽ കേസിൽ എന്താ 1, 2, 3 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അതല്ലാതെ നമുക്ക് എന്ത് വേണം,
5 എന്ന് പറഞ്ഞാൽ അല്ലേ, 5 എന്ന് പറഞ്ഞാൽ ലാർജ് റോമൻ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മുടെ ലിസ്റ്റ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഈ കോഡ് വെച്ചിട്ട് എങ്ങനെയായിരിക്കും 5 അല്ലേ, 5 എന്ന് വരും, 6, 7 അങ്ങനെ 3 ഐറ്റംസ് ആണ് എന്ത് ഈ ലിസ്റ്റിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ലാർജ് റോമൻ നമ്പേഴ്സ് തന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? 5 അല്ലേ, ലാർജ് റോമൻ നമ്പറിൽ 5 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 5 വരും, 6 വരും, 7 വരും. ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമ്മളുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു എക്സാമ്പിളാണ് ഓർഡേർഡ് ലിസ്റ്റിനെ നോക്കുക. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് അല്ലേ, നമ്പറിങ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഓയിലിൻ്റെ ടാഗിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓയിൽ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്ത് അതിൻ്റെ ടൈപ്പ്, അതായത് ആ ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് എന്ത് വാല്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കും? നമ്പറിങ് വരണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ഈക്വൽ ടു 1 കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ, നമ്പർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അതായത് 1, 2, 3 നോർമൽ കേസിൽ തന്നെ 1 തൊട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സപ്പോസ് സ്റ്റാർട്ട് ഒരു 10 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക, ബിഗിനിങ് വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കൊടുക്കണം? ടൈപ്പ് ഈക്വൽ ടു 1 കൊടുക്കുക. ദെൻ സ്റ്റാർട്ട് ഈക്വൽ ടു ഏത് വാല്യൂ ആണോ നമുക്ക് ബിഗിനിങ് ആയിട്ട് വരേണ്ടത് ആ വാല്യൂ കൊടുക്കുക. ഡിഫോൾട്ട് ആയിട്ട് അത് 1, 2, 3 എന്ന് പറഞ്ഞ് വന്നോളും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലിസ്റ്റ് ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്തു അല്ലേ, രജിസ്റ്റേഴ്സ് ക്യാഷ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താ, ലിസ്റ്റ് ഐറ്റംസ് എന്താണോ അതിനെ നമ്മൾ എന്താ ഓർഡേർഡ് ആയിട്ട് വന്നു അല്ലേ, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഓർഡേർഡ് ആയിട്ട് വന്നു. ഇതാണ് എന്ത് നമ്മളുടെ ഓർഡേർഡ് ലിസ്റ്റ്. ഇതിൻ്റെ കോഡിങ്ങും നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കാം കേട്ടോ. നെക്സ്റ്റ് പിന്നെ ഒരു ലിസ്റ്റാണ് എന്ത് നമ്മളുടെ ഡെഫിനിഷൻ ലിസ്റ്റ്. അതായത് നമ്മൾ പറഞ്ഞു എന്ത് അൺഓർഡേർഡ് ഉണ്ട്, ഓർഡേർഡ് ഉണ്ട്, ദെൻ ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഡെഫിനിഷൻസിനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഡെഫിനിഷൻസ്, അതായത് ഇപ്പോൾ നമ്മളുടെ എന്താ സ്റ്റഡി ട്യൂട്ടോറിയൽസിൻ്റെ ഒക്കെ വെബ് പേജ് ആണെന്നുണ്ടെങ്കിൽ അല്ലേ, നമുക്കറിയാം എന്താ ഒരു ഡെഫിനിഷൻ ഫോർമാറ്റിലാണ് കാണുക അല്ലേ. ജസ്റ്റ് ഡെഫിനിഷൻ്റെ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, ദെൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ അല്ലേ. ഇതാണ് ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നതായിരിക്കുക. ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്താ നമ്മളുടെ വെബ് പേജിൽ കണ്ടന്റ് വരണമെന്ന് വിചാരിക്കുക. കണ്ടന്റ് അല്ല, നമ്മളുടെ ടെക്സ്റ്റിനെ ഡിസ്പ്ലേ ചെയ്ത് വരണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ടേംസ് ആൻഡ് കറസ്പോണ്ടിങ് ഡെഫിനിഷൻസ് അല്ലേ. അതിന് ഒരു കറസ്പോണ്ടിങ് ഒരു ടേം ഉണ്ടായിരിക്കും, അതിൻ്റെ എന്താ കറസ്പോണ്ടിങ് ഡെഫിനിഷൻസ് ആയിരിക്കും എന്താ അതിനെ ഡീറ്റെയിൽ ആയിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഡെഫിനിഷൻ ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു പെർട്ടിക്കുലർ ഫോമിലായിരിക്കും അത് ഇൻറ്റൻറ്റ് ചെയ്ത് വരുന്നുണ്ടായിരിക്കുക. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പെർട്ടിക്കുലർ ഫോമിൽ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, ഇൻറ്റൻറ്റ് ചെയ്യുന്നു അല്ലേ. അതായത് ഡെഫിനിഷൻ്റെ ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സപ്പോസ് നമുക്ക് ഡെഫിനിഷൻ എന്ന് കാണിക്കുമ്പോൾ അതാണ് നമ്മുടെ ഡെഫിനിഷൻ്റെ ടെക്സ്റ്റ് വരുന്നത്. ഇനി അതിനെക്കുറിച്ചിട്ടൊരു ഡിസ്ക്രിപ്ഷൻ വരും അല്ലേ. ആ ഡിസ്ക്രിപ്ഷന് നമ്മൾ എന്താ ഇൻറ്റൻറ്റ് ചെയ്യുന്നതായിരിക്കും, കുറച്ചിങ്ങനെ നീക്കിയിട്ടൊക്കെ ആയിരിക്കും എഴുതേണ്ടത് അല്ലേ. നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണ് ഡെഫിനിഷൻ എഴുതണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്താ സൈഡ് ഹെഡിങ് കൊടുക്കണു, അതിൻ്റെ താഴെ എന്ത് ചെയ്യുന്നു ഡെഫിനിഷനെ നമ്മൾ എഴുതുന്നു അല്ലേ. ഡെഫിനിഷൻ എഴുതി കാണിക്കുമ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് പാരഗ്രാഫിലെ കുറച്ച് സ്പേസ് നീക്കിയിട്ടൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിനൊരു എന്താ ഒരു ഇൻറ്റൻറ്റിങ് ഉണ്ട് നമ്മൾ. ഓക്കെ, ഇനി നമ്മൾ എന്താ ഇപ്പോൾ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അതിന് ഓർഡേർഡ് ആയിരിക്കുമോ അൺഓർഡേർഡ് ആയിരിക്കുമോ? രണ്ടും അല്ല അല്ലേ. അതായത് നമുക്ക് എന്താ അതിന് നോ ബുള്ളറ്റ്സും നമ്പറിങ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല ലിസ്റ്റിലെ ഐറ്റംസിന്. ഓക്കെ അല്ലേ, നമുക്ക് ആലോചിച്ചാൽ ഈ ഒരു ഡെഫിനിഷനെ നമുക്ക് അതേപോലെ നമ്മൾ എങ്ങനെയാണോ ഇത് ഡെഫിനിഷൻ ഫോർമാറ്റിൽ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ബുള്ളറ്റ് ചെയ്യാനോ നമ്പറിങ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇനി അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ആണ് എന്ത് DL എന്ന് പറഞ്ഞ ടാഗ്, ഡെഫിനിഷൻ ലിസ്റ്റ് DL എന്ന് പറഞ്ഞ ടാഗ് കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പം അതിനെന്താ നമുക്ക് ക്ലോസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഈ DL ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ഡെഫിനിഷനെ നമ്മൾ എൻക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡെഫിനിഷൻ ലിസ്റ്റ് ആണെന്ന് ക്രിയേറ്റ് ചെയ്തു അല്ലേ. DL എന്ന് പറഞ്ഞ ടാഗ് കാണുമ്പോൾ മനസ്സിലാവും എന്താ ഡെഫിനിഷൻ ലിസ്റ്റ് ആണ്. ഇനി ഡെഫിനിഷന് നമുക്ക് കുറച്ച് പാർട്ടുകളുണ്ട് ഇല്ലേ. നമുക്ക് ആലോചിച്ചാൽ അറിയാം, ഒരു ഡെഫിനേഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യും, അതിന് ഡെഫിനേഷൻ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഡെഫിനിഷൻ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, എന്നിട്ട് ആ ടെക്സ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് പിന്നെ നമ്മൾ എന്ത് ഡെഫിനിഷനായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി DL എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തു. അതിൻ്റെ എൻക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെഫിനിഷൻ ടെക്സ്റ്റ് കൊടുക്കണം. അപ്പോൾ ഡെഫിനിഷൻ ടെക്സ്റ്റ് ആണെന്നറിയാൻ വേണ്ടിയിട്ട് DT എന്ന് പറഞ്ഞ ടാഗ് ഡെഫിനിഷൻ ടെക്സ്റ്റ്. ഓക്കെ, എന്നിട്ട് DT ടാഗ് കൊടുക്കും. DT ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കും, ഏതാണോ എന്ത് ടെക്സ്റ്റ് ആണോ എന്താണോ നമ്മൾ ഡെഫിനിഷനായിട്ട് കൊടുക്കാൻ പോണത് അത് കൊടുക്കും. ദെൻ അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ വേണം നമുക്കില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് കൊടുക്കും, DD എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കും. ഓക്കെ, ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള മീനിങ് DD എന്ന് പറഞ്ഞ ടാഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ഡെഫിനിഷൻസിനെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട് അല്ലേ. നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ നമ്മൾ എന്താ ഡെഫിനിഷൻ ആയിട്ട് കൊടുക്കണം. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്, ഈ സ്പാം എന്ന് പറഞ്ഞതും ഫിഷിംഗ് എന്ന് പറഞ്ഞതാണ് നമ്മളിവിടെ എന്ത്
ഡെഫിനിഷൻ ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇതിൽ സ്പാം എന്ന് പറഞ്ഞതാണ് എന്ത്, നമ്മളുടെ DT എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതുന്നത്, അതായത് ഡെഫിനിഷൻ ടെക്സ്റ്റ് അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ DT എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്ത് കാണിക്കും. ഓക്കെ, ദെൻ അതിന് ശേഷം ഇനി എന്ത് സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് DD എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യണം അല്ലേ. എന്തിനു വേണ്ടിയിട്ടാ, ആ സ്പാമിനെ കുറിച്ചിട്ട് ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് DD എന്ന് പറയുന്നത്, അതായത് ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ഈ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത്. ദെൻ അതിന് ശേഷം ഈ ഡിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, DD എന്ന് പറഞ്ഞ ടാഗിനെ ക്ലോസ് ചെയ്യുക. ദെൻ ലാസ്റ്റ് നമ്മൾ എന്താ അവസാനിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ ഡെഫിനിഷൻ എൻഡ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ DL ടാഗിനെ ക്ലോസ് ചെയ്ത് കാണിക്കുക. ഇനി അതല്ല, നമുക്ക് ഒരുപാട് ഡെഫിനിഷൻസ് ഇതുപോലെ കൊടുക്കാണ്ട്, ഇവിടെ 2 ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, DD ടാഗ് ക്ലോസ് ചെയ്ത് കാണിക്കുക. ദെൻ കറസ്പോണ്ടിങ് അല്ലേ DL നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും എഗെയിൻ ഒരു DL സ്റ്റാർട്ട് ചെയ്യുക, അതായത് DT ടാഗ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് എന്താ, ഡെഫിനിഷൻ ടെക്സ്റ്റ് അല്ലേ. അടുത്തൊരു ഡെഫിനിഷനും കൂടി നമുക്കിനി ലിസ്റ്റ് ചെയ്ത് വരണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഡെഫിനിഷൻ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു, ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഫിഷിംഗ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ DT ടാഗിൻ്റെ ഉള്ളിൽ ഫിഷിംഗ് എന്ന് പറഞ്ഞു കൊടുത്തു. DT ടാഗിനെ ക്ലോസ് ചെയ്തു. ഇനി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, DD എന്ന് പറഞ്ഞ ടാഗിൽ എന്താ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതായത് ഈ ഫിഷിങ്ങിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതി കൊടുത്തു. ദെൻ DD ടാഗിനെ ക്ലോസ് ചെയ്ത് കാണിക്കാം. ദെൻ ഇനി എന്ത് ചെയ്യുക, നമ്മളുടെ DL ടാഗിനെയും ക്ലോസ് ചെയ്ത് കാണിക്കാം. കാരണം വേറെ ഡെഫിനിഷൻസിന് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരാനില്ല. അപ്പോൾ എന്ത് ചെയ്യുക, DL ടാഗിനെയും നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുണ്ട് എക്സാമ്പിള്. ഇതിൻ്റെ കോഡിങ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് നോക്കും. അതായത് ഇനി ഒരു എന്താ പറയുക, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് വരുന്നത്. എല്ലാ ലിസ്റ്റുകളും കൂടിയിട്ട് നമുക്ക്, അതായത് ഓർഡേർഡും അൺഓർഡേർഡും ഡെഫിനിഷൻ ലിസ്റ്റൊക്കെ ഒന്നിച്ച് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ കോഡിങ് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ലിസ്റ്റ് ആയിരുന്നു അല്ലേ. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അൺഓർഡേർഡ് ഉണ്ട്, ഓർഡേർഡ് ഉണ്ട്, ദെൻ എന്ത് ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഓരോന്നും എന്ത് ലിസ്റ്റുകളാണെന്ന് പറഞ്ഞു, ഏത് ടാഗുകൾ വെച്ചിട്ട് ടാഗ് ബയർ വെച്ചിട്ടാണ് ഓരോന്നിനെയും ക്രിയേറ്റ് ചെയ്യണേന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ ആട്രിബ്യൂട്ടുകൾ എന്താണെന്ന് പറഞ്ഞു. മസ്റ്റായിട്ട്, അതായത് കമ്പൽസറി ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടാഗ്, അതായത് ഒരു ടോപ്പിക്കാണ്, എല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിച്ച് കാണുന്നതാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.